നമസ്കാരം, കൽഹാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് വളരെ രുചികരമായിട്ടുള്ള ഒരു ചീരയവിയലിന്റെ റെസിപ്പിയാണ്. ചീര കൊണ്ട് എല്ലാവരും തോരൻ ഉണ്ടാക്കുമായിരിക്കും, പരിപ്പും ചീരയും കൂടെ കറി ഉണ്ടാക്കും. പക്ഷെ അവിയൽ അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായ ചീരയും പച്ചക്കറികളും ഒക്കെയാണ് ഇന്ന് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ചീര പറിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നമുക്ക് ഈ വർഷം ധാരാളം ചീര ഉണ്ടായിട്ടുണ്ട്. അത് ഗാർഡൻ വീഡിയോസിലെല്ലാം നമ്മളത് കാണിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഗാർഡൻ ചെടികളും പച്ചക്കറികളും ഒക്കെയുള്ള വീഡിയോസ് ധാരാളം തന്നെ ചാനലിലുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചീര മുറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ചീരയുടെ ഇടയിൽ കൂടെ പാവലിന്റെ വള്ളിയെല്ലാം താഴോട്ട് പോകുന്ന കണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് പിടിച്ച് മേളിലേക്ക് വെച്ചു കൊടുക്കുവാണ്. ഈ പാവലിന്റെയും പയറിന്റെയും ഒക്കെ ഇടയിൽ ചീര തനിയെ തന്നെ കിളുത്തു വന്നതാണ് കേട്ടോ. നമ്മൾ നട്ടതൊന്നും അല്ല. നമ്മുടെ ഗാർഡനിൽ അല്ലെങ്കിലും ചീര മുഴുവൻ തനിയെ കിളുത്തു വന്നതാണ്. കഴിഞ്ഞ വർഷത്തെ വിത്ത് വീണിട്ട് അങ്ങനെ കിളുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ചീരയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അവിയലിൽ ചേർക്കാൻ പച്ചത്തക്കാളി ഇവിടെ കായ്ച്ചു നിപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സന്ദേഹത്തിലാണ്, പച്ചത്തക്കാളി ചേർക്കണോ പച്ചമാങ്ങ ചേർക്കണോ എന്നുള്ള. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമാങ്ങ ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അവസാനം പച്ചമാങ്ങ തന്നെ ചേർക്കാന്ന് ഓർത്ത് തക്കാളിയെ വെറുതെ വിട്ടു. ഇത്തരം ഒരു പിടി ചീരയാണ് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. ഇനി വേണ്ടത് വെള്ളരിക്കയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നാടൻ വെള്ളരിക്ക ഇല്ല, ഗാർഡനിൽ പക്ഷെ സാലഡ് വെള്ളരി പിടിച്ചിട്ടുണ്ട്. അപ്പൊ 2-3 എണ്ണം പറിക്കാനായിട്ട് പാകമായിട്ട് നിപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് അവിയലിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നാടൻ കണിവെള്ളരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ ഇത് 3ഉം വേണ്ട, അതിന് ഒരെണ്ണവേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ എന്താണേലും ഗാർഡനിലേക്ക് ഇറങ്ങിയതല്ലേ, അപ്പൊ നമ്മുടെ പൂക്കളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പൂക്കളുണ്ട്, ഫ്രൂട്ട് ട്രീസ് ഉണ്ട്, ആപ്പിളാണ് ഇത്. അതുപോലെ നമുക്ക് ധാരാളം ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി ഗാർഡൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവര് അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. പച്ചമുളക്, ഇതൊക്കെ നേരത്തെ ഗാർഡൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അതെല്ലാം വിശദമായിട്ട് ആ വീഡിയോയിൽ കണ്ടു നോക്കൂ. അപ്പൊ നമ്മൾ ഇനി ഇത് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കക്കുരുവാണ്. പിന്നെ ഒരു സാലഡ് വെള്ളരി, പിന്നെ നമ്മുടെ ആ ചീരയുടെ തണ്ട്. ഇതൊട്ടും മൂത്ത തണ്ടൊന്നും അല്ല കേട്ടോ, വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, മൂത്ത തണ്ടല്ല. മൂത്ത് പോയ തണ്ടാണേലും കുഴപ്പമില്ല, അതിലെ കട്ടിയുള്ള നാരുകളൊക്കെ എടുത്തു മാറ്റിയാൽ മതി. അപ്പോൾ ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയാണ് സ്വാദ് കേട്ടോ, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നമ്മൾ ചീരയുടെ തണ്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു. കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പൊ രണ്ടിനും ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇതിനെ മൂടി വെച്ച് ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. സാലഡ് വെള്ളരിയുടെ തൊലിയൊന്നും നമ്മൾ ചെത്തിക്കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലിയൊക്കെ അതുപോലെ തന്നെ, തൊലിയാണേലും അകത്തെ അരിയാണേലും ഒന്നും എടുത്തിട്ടില്ല. അത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിക്കാൻ പോവാണേ. അതവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് മൂടി തുറന്ന് വീണ്ടും അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുവാണ്. അത് കുറച്ച് സമയം, ഒരു 6-7 മിനിറ്റ് എടുക്കും അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, ആവിയിലല്ലേ വേകുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കൊരു അരപ്പുണ്ടാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് 1 ടീസ്പൂൺ ജീരകം ഞാനൊരു ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണേ. ഒന്ന് കോഴ്സായിട്ട് പൊടിച്ചെടുക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാന്താരിമുളകും ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായതാണ്. കാന്താരിമുളക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതെല്ലാം കൂടെ നമ്മൾ കുറച്ച് നാളികേരം ചിരകിയതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നാളികേരത്തിന് വേണ്ട ഉപ്പാണേ. അതും കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. നമ്മൾ കല്ലിൽ വെച്ച് അരയ്ക്കുവാണെങ്കിൽ ഒന്ന് ചതച്ചല്ലേ എടുക്കുന്നത്. അപ്പൊ മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാട് അരഞ്ഞു പോവും. ചീര അവിയലിനാവുമ്പോൾ അതൊന്ന് ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് ഞെരടി എടുക്കുവാണ്. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഏകദേശം അരവേവായിട്ടുണ്ട്. നമ്മുടെ ചീര കഷ്ണങ്ങളുടെ കളറൊക്കെ മാറി വന്നത് കണ്ടില്ലേ.
അപ്പം നമ്മൾ നേരത്തെ ചക്കക്കുരു ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചക്കക്കുരു ഞാനൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും കൂടി ഇട്ടാണ് പ്രഷർ കുക്ക് ചെയ്തത്. അപ്പൊ അതും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത ചക്കക്കുരു ആയിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു ശകലം ഒരു ചെറിയ ഒരു മുറിയുടെയും പകുതി മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. മാങ്ങയും ഫ്രീസറിൽ ഇരുന്ന മാങ്ങയാണ്, പച്ചമാങ്ങയാണ്. പുളി ഒരുപാടായി പോകണ്ട, ചീര അവിയലിന് പുളി ഒത്തിരി ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ശകലം മാങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും അതൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ ചീരയുടെ ഇല പ്രത്യേകം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം പാത്രം നിറഞ്ഞിരിക്കുമല്ലേ. ഇപ്പൊ ദേ 1 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതിൽ ആവി കയറി ആ ഇലയൊക്കെ ഒന്ന് താന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ സാധാരണ കുക്കിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടവും ആ ചീരയും കഷ്ണങ്ങളും എല്ലായിടവും ഒന്ന് മിക്സ് ആകുന്നത് വരെ. ഇത് ചീരയിൽ അല്ലെങ്കിൽ ഉപ്പൊന്നും നമ്മളിപ്പോൾ പ്രത്യേകം ചേർക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതെല്ലാം കൂടെ ആ എരിവും പുളിയും ഉപ്പും എല്ലാം ആകുന്നതിന് വേണ്ടിയിട്ട് എല്ലായിടവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ മെല്ലെ വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിലേ നമ്മുടെ ചക്കക്കുരു ഒക്കെ പ്രഷർ കുക്ക് ചെയ്തെടുത്തതല്ലേ, അതൊക്കെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ അങ്ങനെ കുഴഞ്ഞു വരാൻ പാടില്ല ഈ അവിയല്. ഒന്നാമത് ചീര ആയതുകൊണ്ട് കുറച്ച് കുഴഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് മെല്ലെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പൊ ഇതിപ്പോ എല്ലായിടവും ചീരയൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് നമ്മൾ ഇനി അതിനെ ഒന്ന് മൂടി വെക്കുവാണ്. അതിൽ ഇനിയൊന്ന് ആവി കയറേണ്ടതുണ്ട്. ഒത്തിരി സമയമൊന്നും ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ അരപ്പിലൊക്കെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലോ ആയിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ അരപ്പ് നമ്മുടെ ജീരകമൊക്കെ എല്ലായിടവും എത്തണ്ടേ, തേങ്ങയും ജീരകവും ഒക്കെ എല്ലായിടവും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിത് വേവിക്കൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മെല്ലനെ നന്നായിട്ട് എല്ലായിടവും ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി ഈ അരപ്പ്. അപ്പൊ ഇതിന്റെ കൂടെ ഇനി ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേരുവ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിപ്പോ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് കഷ്ണങ്ങളായിട്ട് മുരിങ്ങയ്ക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവിയലിന് പച്ച വെളിച്ചെണ്ണ അവസാനം ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പം ചീര ആയതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാത്തത്. കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇനി ഇത് അനക്കാതെ ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാൻ പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചീരവിയലാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്